നമസ്കാരം. ഇന്നലെ വലിയൊരു വിമാന അപകടം ഒഴിവായതായി വാർത്ത. ജപ്പാനിൽ നിന്ന് ഫിലിപ്പൈൻസിലേക്ക് പോവുകയായിരുന്ന യുണൈറ്റഡ് എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് നേരിയ തോതിലുള്ള തീപിടുത്തമുണ്ടായത്. കാർഗോ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് തീ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇതേ തുടർന്നാണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റത്. ഒരുപക്ഷെ യാത്രക്കാർ വല്ലാതെ പരിഭ്രാന്തരായി അവർ അതിനിടയിലാകാം ചിലപ്പോൾ അവർക്ക് പരിക്കേറ്റതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റെന്നുള്ള കാര്യം കമ്പനി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ അടിയന്തരമായി തന്നെ വിമാനം ജപ്പാനിലെ ഒരു വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. ജപ്പാനിന് മുകളിലൂടെ പറക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടപ്പെട്ടത്. വിമാനത്തിലെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തീ കണ്ടതായിട്ടാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അപായ സൂചന ലഭിച്ചതിനെ തുടർന്നാണ് വിമാനം ജപ്പാനിലെ തന്നെ മറ്റൊരു വിമാനത്താവളത്തിൽ അടിയന്തരമായി നിലത്തിറക്കിയത്. വിമാനം നിലത്തിറക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ വിമാനത്താവളത്തിലെ അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെ പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. യാത്രക്കാരെയൊക്കെ തന്നെ അടിയന്തരമായി 5 മിനിറ്റ് കൊണ്ടാണ് പുറത്തിറക്കിയതെന്നാണ് പറയപ്പെടുന്നത്. വിമാനത്തിൽ ഒരു യാത്രക്കാരൻ പറഞ്ഞത് തനിക്ക് വിമാനത്തിനുള്ളിൽ വലിയ അസ്വസ്ഥതയൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല എന്നാണ്. എന്നാൽ പെട്ടെന്ന് എല്ലാവരും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് വല്ലാതെ തിക്കും തിരക്കുമായ സമയത്ത് തനിക്ക് നേരിയ പരിഭ്രാന്തി ഉണ്ടായി എന്നാണ്. ഏതായാലും വിമാനത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതേസമയം പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ തീപിടുത്തം ഉണ്ടായതായി ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിൻ്റെ പുറത്തും നമ്മൾ നോക്കുമ്പോൾ അതിന് തകരാറുകളൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് വിമാനത്തിൽ തീ ഉണ്ടായി എന്നുള്ള ആ സിഗ്നൽ കോക്ക്പീറ്റിലേക്ക് ലഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അമേരിക്കയിലെ ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ വിമാന കമ്പനികളിലൊന്നാണ് യുണൈറ്റഡ് എയർലൈൻസ്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകൾ കൂടാതെ നിരവധി രാജ്യങ്ങളിലേക്കും ഇവർ സർവീസ് നടത്തുന്നുണ്ട്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് യുണൈറ്റഡ് എയർലൈൻസ്. എന്നാൽ കുറേ നാളുകളായി കമ്പനിക്ക് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈയിടെ വിമാന കമ്പനിയുടെ കമ്പ്യൂട്ടർ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾക്ക് പുറപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചിക്കാഗോ ലക്ഷ്യമിട്ട് പറക്കാൻ ഒരുങ്ങിയ എല്ലാ വിമാനങ്ങളുടെയും സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. ഇത് കാരണം പല വിമാനത്താവളങ്ങളിലും മറ്റു വിമാന സർവീസുകളും മുടങ്ങുകയോ അതുപോലെ വൈകുകയോ ഒക്കെ ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ 2 വിമാനങ്ങൾ ലാൻഡ് ചെയ്ത സമയത്ത് റൺവേയിലൂടെ പോകുന്ന ആ വേളയിൽ ഈ 2 വിമാനങ്ങളുടെയും ചിറകുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. പക്ഷേ അന്നും ആർക്കും വലിയ അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറേ നാളുകളായി ഈ വിമാന കമ്പനി നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പക്ഷേ അവയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാന കമ്പനിയായിട്ട് തന്നെയാണ് യുണൈറ്റഡ് എയർലൈൻസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിമാനത്തിൽ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു സൂചന ലഭിച്ചത് എന്ന കാര്യം ഇപ്പോൾ വിദഗ്ധർ അന്വേഷിച്ച് വരികയാണ്. കാരണം വിമാനത്തെ പരിശോധിച്ച് നോക്കിയപ്പോഴും തന്നെ അതിൽ അത്തരത്തിലുള്ള യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമായിരിക്കാം വിമാനത്തിനുള്ളിൽ ഈ ഒരു തെറ്റായ സന്ദേശം ലഭിച്ചത് എന്ന് വേണം കരുതാൻ. ഈ വിമാനത്തിലെ പരിക്കേറ്റ യാത്രക്കാരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ നില ഗുരുതരമല്ല, അവർ വളരെ നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റത് എന്നുള്ള കാര്യം ഇനിയും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു.